അപ്പം ഇപ്പോ sorry, ശിവാനി. ഓക്കെ, ഇപ്പൊ ശിവാനി ഫസ്റ്റ് മൂവി അല്ലല്ലോ, ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്യാരക്ടർ റോളിൽ ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് മൂവിയാണ് എല്ലാവരുടെയും? ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ട്, അത് റിലീസ് ആയിട്ടില്ല. ഇത് ഫസ്റ്റ്. അപ്പൊ റിലീസ് ആവാൻ ഫസ്റ്റ് മൂവി രണ്ടുപേരുടെ അല്ലേ? നിരഞ്ജന? ഞാൻ 2-3 ചെയ്തിട്ടുണ്ട്, പക്ഷെ റിലീസ് ആയിട്ടില്ല. ഇത് റിലീസ് ആവുന്ന ഫസ്റ്റ് മൂവിയാണ്. ഞാൻ ജയചേട്ടൻ്റെ ഒപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്, അതൊന്നും റിലീസ് ആയിട്ടില്ല. ഫസ്റ്റ് മൂവിയാണ് പുള്ളിയാട്ടം. അപ്പൊ നിങ്ങക്ക് ഡെബ്യൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ റിലീസ് ആവുന്ന ഫസ്റ്റ് മൂവിയാണ്. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? ലൈക്ക് കുറെ സീനിയോറിറ്റി ആയിട്ടും ലൈക്ക് നിങ്ങളെ വെച്ച് നോക്കുമ്പോ എക്സ്പീരിയൻസ് ഉള്ള ഇപ്പൊ അജിതേട്ടനെ പോലെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അവരൊപ്പം എക്സ്പീരിയൻസും? എന്തൊക്കെ പഠിച്ചു? എനിവൺ കൻ സ്റ്റാൻഡ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് എന്തെങ്കിലും ലെസൺ പഠിച്ചോ? ലെസൺ ഇല്ല, പഠിച്ചിട്ടില്ല. ഈ മൂവി കുട്ടികൾക്കല്ല ലെസൺ കൊടുക്കുന്നത്, പാരൻസിനാണ്. അപ്പോൾ അവർക്ക് ഉള്ളൊരു പാഠം, കുട്ടികളെ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു. നിങ്ങളെ മുന്നിട്ട് നിൽക്കുന്നു, ശിവാനി എല്ലാം സംസാരിക്കണം, അങ്ങനെയാണോ? എല്ലാം ശിവാനി സംസാരിക്കാതെ നേരത്തെ പിടിച്ചോ മൈക്ക് ശിവാനിന്റെ അടുത്ത്, അങ്ങനെയാണോ എപ്പോഴും നേരത്തെ? അതുകൊണ്ടാണ് ശിവാനി നിങ്ങൾ ഓക്കെ, ഞങ്ങളിവിടെ ഒതുങ്ങിക്ക ശിവാനി സംസാരിക്കട്ടെ എന്നാണല്ലേ? അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ബോണ്ട് തന്നെയായിരുന്നോ ഈ ഷൂട്ടിന്റെ സമയത്തും? എന്തെങ്കിലും ഫണ്ണി സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ശിവാനി പറഞ്ഞോളൂ. എല്ലാവരുമായിട്ട് വളരെ ജോലിയായിട്ട് തന്നെ ഈ സെറ്റ് കഴിഞ്ഞുപോയി. ഇത് സെറ്റാന്ന് തോന്നിയിട്ടില്ല, അത്രയും ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിവാനിയുടെ ഹെഡ് എന്താ? ഓക്കെ, അപ്പൊ ഈ മൂവിയുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? മൂവാറ്റുപുഴ, അവിടെ തൊടുപുഴ, കൊല്ലൂര്. അവിടെ നിങ്ങളുടെ വീടും അവിടെ തന്നെ ആയിരുന്നു? അല്ല, എല്ലാവരും പല പല സ്ഥലത്തുനിന്ന് വരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ മൂവി റിലീസിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ മെയിൻ എന്ന് പറയുമ്പോ തന്നെ ഭയങ്കര തിരക്കുള്ള മാസാണ്, ഒരുപാട് മൂവീസ് ഉണ്ട്. അപ്പൊ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. എന്തോന്നു? ശിവാനിയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്നെ കുട്ടികളൊക്കെ, ഞാൻ എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ പോലും ഇപ്പം സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുമ്പം കുട്ടികളൊക്കെ ഒരുമാതിരി ഒരു എന്തോ ഒരു കളിയാക്കൽ കൂടി ഉണ്ട്. ആ ഒരു സമയം ഒരു സൈഡ് നോക്കുമ്പം ഭയങ്കര പ്രൗഡാണ്. ഓ, അവളെൻ്റെ ഫ്രണ്ടാണ്, അവൾ മൂവിയിൽ അഭിനയിക്കുന്നു, അതും ക്യാരക്ടർ റോൾ ചെയ്തു. അപ്പോൾ ചിലവർക്കൊക്കെ ഭയങ്കര ഇതാണ്, ചിലരൊക്കെ ഒരുമാതിരി പരിഹാസം രീതിയിലുണ്ട്. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, അവരെന്ത് പറയും, അവരെന്ത് ചെയ്യും, അവരെന്ത് ചിന്തിക്കും. അല്ലെങ്കിൽ ക്ലാസ്സിൽ ചില കളിയാക്കലുണ്ട്, സിനിമാ നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ നിങ്ങളെല്ലാരും പഠിച്ചുകൊണ്ടിരിക്കണല്ലോ, അപ്പൊ പഠിത്തവും ഇപ്പൊ ഈ മൂവി ആക്ടിങ്ങും എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ബാലൻസ് ചെയ്യും, കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബാലൻസ് ചെയ്യാൻ പറ്റും. എന്ത് തോന്നുന്നു ശിവാനിക്ക്? ശിവാനിയാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ പൊതുവെ പഠിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. അപ്പോൾ ലൊക്കേഷനിലൊക്കെ അച്ഛനമ്മയും ബുക്കൊക്കെ കൊണ്ടുവന്നു, എന്നാലും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഹലോ, പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വന്നിരുന്ന് പഠിക്കും. എൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൻ്റെ തലേ ദിവസം ഒരാളും പഠിക്കാത്ത രീതിയിലിരുന്ന് പഠിക്കും. അത്ര ഇതായിട്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളും കൂടെ പറ, എങ്ങനെ തോന്നുന്നു? ഒരാളും പഠിക്കും കിട്ടുള്ളൂ. നിരഞ്ജന അതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ നമ്മുടെ മൂവി റിലീസ് ചെയ്യാൻ പോവാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരാൾക്ക് മൈക്ക് കൊടുക്കാം. ശിവാനി തുടങ്ങി. എന്നാ നാവില്ലല്ലോ തുടക്കം. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? സിനിമ എല്ലാവരും പോയി കാണണം. നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഈ സിനിമ ഹിറ്റാവുള്ളൂ. ഇതിൻ്റെ ഒപ്പം ബാക്കി സിനിമ ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ ഒപ്പം നമ്മുടെ സിനിമ കയറി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. സിനിമ കാണണം, തിയേറ്ററിൽ പോയി കാണണം, വിജയിപ്പിക്കണം. എല്ലാവരും സിനിമേൻ്റെ ഫസ്റ്റ് ദിവസം തന്നെ സിനിമ പോയി കാണണം, ഞങ്ങളെ അനുഭവിക്കണം. എല്ലാവരും സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം.
ഇത് നിങ്ങൾക്കും ഒരു വലിയ മെസ്സേജ് ആയിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ആരും മോശം പറയില്ല. നല്ലൊരു മൂവിയാണ്, കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ, നിങ്ങൾക്കും നല്ല നല്ല അവസരങ്ങൾ വന്ന് ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.